നോർക്ക ഐ ഡി എന്ന് പറയുന്നത് 408 രൂപയാണ്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ആ 408 രൂപ കൊടുക്കുമ്പോൾ അത് കാർഡിന് മാത്രമുള്ള കാശല്ല, അതിന്റെ ഒപ്പം നമുക്കൊരു അപകട മരണ കവറേജ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ആ 3 കൊല്ലത്തേക്ക് 408 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അപകട മരണം നമുക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ അഥവാ എന്തെങ്കിലും അപകടത്തിൽ നമുക്ക് മരണം സംഭവിച്ചാൽ കുടുംബത്തിന് 5 ലക്ഷം രൂപ കിട്ടും. ഇനി ആ അപകടത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി, നമുക്ക് എന്തെങ്കിലും പെർമനന്റ് ആയിട്ടുള്ള കയ്യോ കാലോ അങ്ങനെയൊക്കെ വലിയ അപകടം വലിയ നിലയിലായിട്ടുണ്ടെങ്കിൽ അതിനും 2 ലക്ഷം രൂപ വരെയുള്ള കവറേജ് കിട്ടും. അപ്പൊ ഈ 408 രൂപ കൊടുക്കുന്നത് ഈ കാർഡിന്റെ കാശ് മാത്രമല്ല, ആ കാർഡ് എടുക്കുന്നതോടുകൂടി ആ ഒരു കവറേജ് കൂടി കിട്ടും. അത് നമുക്ക് എല്ലാം വെറുതെ കിട്ടുന്ന ഒരു ഇതാണ്. അത് 3 കൊല്ലത്തേക്കുള്ള കവറേജ്. 408 രൂപ അത് നമ്മൾ എന്തായാലും നോർക്ക ഐ ഡി ഉണ്ടെങ്കിലേ നമുക്ക് ഈ സാധനം ചേരാൻ പറ്റൂ. ഏത് മെഡിക്കൽ ഇൻഷുറൻസ് ചേരാൻ പറ്റുള്ളൂ. മെഡിക്കൽ ഇൻഷുറൻസും മറ്റേ ഈ അപകട ഇൻഷുറൻസും വ്യത്യാസമുണ്ട്. അപകട ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപകടം സംഭവിച്ചാൽ, അപകടത്തിൽ മരിച്ചാൽ ഇത്ര, എന്തെങ്കിലും പെർമനന്റ് ഡിസബിലിറ്റി പറ്റിയ ഇത്ര, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് 408 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അതേപോലെ അതെടുക്കുമ്പോ തന്നെ നിങ്ങൾ നോർക്ക ഐ ഡി എടുക്കുമ്പോ തന്നെ നിങ്ങൾക്ക് കാണാം പ്രവാസി രക്ഷാ ഇൻഷുറൻസ് വേണോന്ന് ചോദിക്കും. അത് 661 റുപ്യാണ് അതിന്. അത് ഒരു കൊല്ലത്തേക്കാണ് 661 റുപ്യ. അതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ ഇതൊക്കെ വന്നത് ഇപ്പോഴാണല്ലോ, ഇത് പണ്ടേ ഉള്ളതാണ്. 661 രൂപ എടുത്ത് നമുക്ക് ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ്, അതായത് ക്യാൻസർ അങ്ങനെയൊക്കെ ഉള്ളത് വന്നു കഴിഞ്ഞാൽ അതിനൊരു കവറേജ് ഉണ്ട്. 2 ലക്ഷം രൂപയോ മറ്റോ ആണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു കവറേജ് 661 രൂപ. 408 രൂപ നമ്മൾ കൊടുത്തിട്ട് നോർക്ക കെയറും അതിന്റെ കൂടെ 661 രൂപ കൊടുത്തിട്ട് നോർക്ക ഐ ഡിയും 661 രൂപ എടുത്ത് പ്രവാസ രക്ഷാ ഇൻഷുറൻസും കൂടി എടുത്താൽ നമുക്ക് 2 ഇൻഷുറൻസ് കവറേജ് അതിന്റെ ഒപ്പം കിട്ടുന്നുണ്ട്. അത് നോർക്ക ഐ ഡി എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ ആർക്കൊക്കെ നോർക്ക ഐ ഡി ഇല്ല എന്ന് പറഞ്ഞാൽ നോർക്ക ഐ ഡി 408 രൂപ എന്ന് പറഞ്ഞാൽ എത്ര റംസാ വരിക? 15 റംസ്, 20 റംസാ വരിക. 661 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക? 28 റംസ്, 30 റംസ്, ഒരു 50 റംസ്, 60 റംസ് മുടക്കിയാൽ നമുക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ, അഥവാ സംഭവിച്ചാൽ കുടുംബത്തിനുള്ള ഒരു സഹായമാണ് അത്. അതോടൊപ്പമുള്ള ഇതാണ് അതിന്റെ ഒരു ഐ ഡി എന്ന് പറയുന്നത്. ആ ഐ ഡി ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നോർക്ക കെയർ പ്ലസിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നോർക്ക കെയർ പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ളതാണ്. അപ്പൊ നിലവിൽ ഇപ്പൊ പഴയ നോർക്ക കെയർ എടുത്തിട്ടുള്ളവർക്ക് നോർക്ക കെയർ പ്ലസിൽ ചേരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ചേരാൻ പറ്റും, ഒരു പ്രശ്നമില്ല. അത് വേറെ ഇൻഷുറൻസ് ആണ്, അത് അതേപോലെ വരും. അത് നവംബർ 1 മുതൽ ഒക്ടോബർ 31 വരെയുള്ള കവറേജ് ഉണ്ട്. 5 ലക്ഷത്തിന്റെ കവറേജ് ആണ്. അതിന്റെ ഒപ്പം 10 ലക്ഷത്തിന് അപകട കവറേജും ഉണ്ട് കേട്ടോ. അതിന് ഇതിന്റെ അതൊരു എക്സ്ട്രാ ബെനിഫിറ്റ് വന്നിരിക്കുന്നതാണ്. 5 ലക്ഷത്തിന്റെ ചികിത്സ അങ്ങനത്തെ എന്തെങ്കിലും, പക്ഷെ അഥവാ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കുടുംബത്തിന് കിട്ടുക, അല്ലെങ്കിൽ പെർമനന്റ് ഡിസബിലിറ്റി പറ്റി കഴിഞ്ഞാൽ അതിലും നമുക്ക് പൈസ കിട്ടും. 10 ലക്ഷം ഇല്ല, 2-3 ലക്ഷം രൂപയാണ് പെർമനന്റ് ഡിസബിലിറ്റി. നമുക്ക് എന്തെങ്കിലും കയ്യോ കാലോ അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നോർക്ക കെയർ ഉള്ള ആളുകൾക്കും നോർക്ക കെയർ പ്ലസ് ചേരാം. നോർക്ക കെയർ പ്ലസിലാണ് നമുക്ക് നമ്മുടെ വാപ്പാനും ഉമ്മാനൊക്കെ ചേർത്താൻ പറ്റുള്ളൂ. 2 ആളെ നമുക്ക് ചേർത്താം. ഒന്നില്ലെങ്കിൽ വാപ്പാനും ഉമ്മാനെ, അല്ലെങ്കിൽ ഭാര്യയുടെ വാപ്പ, അല്ലെങ്കിൽ ഭാര്യയുടെ വാപ്പാനും ഉമ്മാനെ. നമ്മുടെ വാപ്പാനും ഭാര്യയുടെ ഉമ്മാനും കൂടി ചിലപ്പോൾ അങ്ങനെയല്ല, ജീവിച്ചിരിപ്പുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും, അത് പറ്റൂല. അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാനും ഭാര്യ, അത് പറ്റൂല. ആരെങ്കിലും 2 ആൾ, അല്ലെങ്കിൽ ഒരാളെ വേണമെങ്കിൽ ചേർത്താം. ഒരാളെ ചേർത്താലും 2 ആളെ ചേർത്താലും കാശ് ഒന്നാം. ഇതിന്റെ പേരൻസ് വരുമ്പോൾ ഹൈ റിസ്ക് ആയി, അവർക്ക് അപകടം അല്ലെങ്കിൽ ഈ രോഗം വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ട് പ്രീമിയം ഇച്ചിരി കൂടുതലായിരിക്കും, പ്രീമിയം വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ കുടുംബസമേതം ഇപ്പൊ നമ്മളെ ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു കൊല്ലത്തേക്കുള്ള പ്രീമിയം ഉണ്ടെങ്കിലും നമുക്ക് 8 മാസത്തേക്കുള്ള ഇപ്പൊ അടച്ചാൽ മതി. അത് കഴിഞ്ഞ് അടുത്ത വർഷം പുതുക്കുമ്പോൾ ഇതാണ്.